ഇന്നുണ്ടല്ലോ വെറൈറ്റി ആയിട്ടുള്ളൊരു ചപ്പാത്തി ആയിട്ട് ഉണ്ടാക്കണേ. ഇവിടെ എല്ലാവർക്കും ചപ്പാത്തി ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ മിക്ക ദിവസങ്ങളിലും വൈകുന്നേരങ്ങളിൽ ചപ്പാത്തി ആട്ടോ. ചപ്പാത്തി പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരു കപ്പിങ് 2 കപ്പ് പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുത്തേക്കുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇതുപോലെയുള്ളൊരു വലിയ അവോക്കാഡോ തൊലിയും കുരുവെല്ലാം കളഞ്ഞിട്ട് ഇതുപോലെ ചെറിയ പീസസ് ആക്കിയിട്ടുണ്ട്. നന്നായിട്ട് പഴുത്തേക്കുന്ന അവോക്കാഡോയാണ്. ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ട് മാഷ് ചെയ്തെടുക്കുവാണേ. അതുപോലെ തന്നെ ഈ പൊടിക്കകത്തോട്ടേക്ക് ഇട്ട് കൊടുക്കുവാണേ. ഇനി ഇത് നമ്മൾ സാധാരണ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ നന്നായിട്ട് കൈ വെച്ചിട്ട് കുഴയ്ക്കുക കേട്ടോ. ഇതിൻ്റെ അകത്ത് വേറെ വെള്ളമൊന്നും ചേർക്കുന്നില്ല. ഈ അവോക്കാഡോ നന്നായിട്ട് പഴുത്തതായതുകൊണ്ട് അതിൻ്റെ ആ വെള്ളാംശം മതി കേട്ടോ. ഇനി ഇത് ഒരു 10 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്കിത് പരത്തിയെടുക്കാം കേട്ടോ. ഒരു 10 മിനിറ്റ് കഴിഞ്ഞു കേട്ടോ. ഇതുപോലത്തെ ബോളാക്കിയിട്ട് നമ്മൾ പരത്തിയെടുക്കുവാണ്. വർക്ക് ടോപ്പാട്ടോ പരത്തിയെടുക്കാനായിട്ട് ഉപയോഗിക്കാറ്. എനിക്ക് ഏറ്റവും ഹാൻഡി ആയിട്ടുള്ളത് വർക്ക് ടോപ്പാണ്. ഈ പാകത്തിന് കട്ടി കുറഞ്ഞ് നല്ല ഭംഗിയാക്കി പരത്തിയെടുത്തേ ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ചട്ടി നന്നായിട്ട് ചൂടായിട്ട് കേട്ടോ. നമ്മൾ ചപ്പാത്തി ഇട്ട് കൊടുക്കുക. ഫസ്റ്റ് ചപ്പാത്തി റെഡി ആട്ടോ. അവോക്കാഡോ ചപ്പാത്തി നല്ല സോഫ്റ്റ് ആണ്. അങ്ങനെ എല്ലാം ഇതുപോലെ തന്നെ ചുട്ടെടുക്കാവേ. അതുപോലെ നിങ്ങളെല്ലാവരും ഒന്ന് ചപ്പാത്തി ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കട്ടോ. കറി ഇല്ലാതെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പിള്ളേർക്കൊക്കെ കൊടുക്കാനായിട്ട് അവോക്കാഡോയൊന്നും ഇഷ്ടമില്ലാത്ത പിള്ളേരുണ്ടാവുമല്ലോ. അതിന് ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടമാവണമെന്നില്ല. അപ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കട്ടോ. ഈ വീഡിയോയും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.